നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ മനാമ ഏരിയ കമ്മിറ്റി ഏരിയ പ്രവർത്തക കൺവെൻഷനും മെഡിക്കൽ സെമിനാറും സംഘടിപ്പിച്ചു. 100ഓളം അംഗങ്ങൾ പങ്കെടുത്ത കൺവെൻഷൻ KPA പ്രസിഡന്റ് നിസാർ കൊല്ലം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകരായ ബഷീർ അമ്പലായി, അൻവർ നിലമ്പൂർ, നജീബ് കടലായി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കൺവെൻഷനിൽ അംഗങ്ങളുടെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ നടന്നു. തുടർന്ന് അൽറബി മെഡിക്കൽ സെന്റർ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിജി റോസ് നടത്തിയ മെഡിക്കൽ ബോധവൽക്കരണ സെമിനാർ അംഗങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾക്ക് വിജ്ഞാനപ്രദമായി മാറി. കേരള മാപ്പിള കലാ അക്കാദമിയുടെ ദുബായ് ചാപ്റ്റർ രൂപവൽക്കരണവും യാത്രയയപ്പ് ചടങ്ങും നടന്നു. കിസൈസിലെ ഫ്രീ സോൺ മെട്രോ സ്റ്റേഷനടുത്ത് ആശിഷ് റെസ്റ്റോറന്റിൽ നടന്ന പരിപാടിയിൽ ട്രഷറർ ഷംസുദ്ദീൻ പെരുമ്പട്ട അധ്യക്ഷത വഹിച്ചു. ഹൈദ്രോസ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള മാപ്പിള കലാ അക്കാദമി വർക്കിംഗ് പ്രസിഡന്റ് AK മുസ്തഫ തിരൂരങ്ങാടിയെ ആദരിച്ചു. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന UAE കോർഡിനേറ്റർ മുസ്തഫ മുട്ടുങ്കലിന് യാത്രയപ്പ് നൽകി. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് CSI മലയാളം ഇടവകയുടെ 49ാമത് ക്രിസ്മസ് ഗാന ശുശ്രൂഷ നടന്നു. കൊയർ മാസ്റ്റർ ജൂബി എബ്രഹാം, അസിസ്റ്റന്റ് കൊയർ മാസ്റ്റർ ജിനോ മാത്യു ജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ 73 അംഗ സംഘം ഗാനങ്ങൾ ആലപിച്ചു. ഇടവക വികാരി രാജു ജേക്കബ് ആരാധന നയിച്ചു. ദുബായ് ഇവാഞ്ചലിക്കൽ പള്ളി വികാരി റവറന്റ് എൽദോ പോൾ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതശൈലിയും കൂടിക്കാഴ്ചകളും ഉണ്ടാകണമെന്ന് സന്ദേശത്തിൽ പറഞ്ഞു. എബി ജോൺ സ്വാഗതവും അനിൽ ഇടിക്കുള നന്ദിയും പറഞ്ഞു. വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഡിസ്കൗണ്ട് സെന്റർ സംരംഭമായ മാർക്ക് ആൻഡ് സേവ് GCCയിലെ 8ാമത്തെ ഔട്ട്ലെറ്റ് അബുദാബി മുസഫയിൽ ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വെസ്റ്റേൺ ഗ്രൂപ്പ് ചെയർമാൻ KP ബഷീർ, ഡയറക്ടർമാരായ KP നവാസ് ബഷീർ, KP ഫായിസ് ബഷീർ, നൌഫൽ, ഫാസിൽ എന്നിവർ സംബന്ധിച്ചു. ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഉപഭോക്താവിന് നൽകുന്ന സംരംഭത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.